Okay, very good morning. നമ്മൾ ഇന്നലെ കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ തുടങ്ങി. So, we discussed about the theory of integration, how to integrate a complex function അല്ലേ? അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്തത്. അതിൽ രണ്ടോ മൂന്നോ പ്രോബ്ലംസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. So, today let us do 2 more problems. And we can practice complex integration, especially complex line integral. The first question is integrate from 0 to 1 plus I x square minus iy dz along the curve. First one is y equal to x and the second one is y equal to x square. So y equal to x, that is the first curve. So y equal to x നെ പാരാമട്രൈസ് ചെയ്യണം. പാരാമട്രൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിനോ വൈക്കോ ടി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതാണ് ഒരു ടൈപ്പ്. പിന്നെ ഇത് കൂടാതെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് പാരാമട്രൈസേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, സോ വൈ ഈക്വൽ ടു എക്സ് എന്നുള്ളത് നമുക്ക് പാരാമട്രൈസ് ചെയ്യുമ്പോൾ എക്സിന് ടി കൊടുത്താൽ വൈ എന്ത് കിട്ടി? ടി കിട്ടും. തിരിച്ചു നമുക്ക് ചെയ്യാം കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ബേസിക്കലി എക്സിന് വാല്യൂ കൊടുത്തിട്ടാണ് ചെയ്യാറ്. സോ എക്സ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു ടി, സോ ദാറ്റ് ഡി എക്സ് വിൽ ബി ഡി ടി ആൻഡ് ഡി വൈ വിൽ ബി ടി ടി. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റാണ് അറിയേണ്ടത്. നമുക്കറിയാം എക്സ് ഈസ് ദ പോയിൻ്റ് ഈസ് ഫ്രം 0 0 to 1 plus i. 1 plus i എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് 1 1 ആണ്. സോ എക്സ് 0 1ലേക്കും വൈ 0 1ലേക്കുമാണ് ചേഞ്ച് ചെയ്യുന്നത്. സിൻസ് എക്സ് ഈക്വൽ ടു ടി വി ഹാവ് ടേക്കൺ, വി ക്യാൻ സേ ദാറ്റ് ടി ഈസ് ഓൾസോ ചേഞ്ചിങ് ഫ്രം 0 to 1. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ലിമിറ്റ് ഓഫ് ദി ഇൻറ്റഗ്രേഷനും എഴുതി. ഇനി സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് ഐ വൈ അല്ലേ? അപ്പോൾ എക്സിന് ടി കൊടുത്തു, വൈയും ടി ആയതുകൊണ്ട് ടി പ്ലസ് ഐ ടി, സോ ദാറ്റ് 1 plus i ഇൻറ്റു ടി എന്ന് കിട്ടും. സോ ഡി സെഡ് വിൽ ബി വാട്ട്? 1 plus i ഇൻറ്റു ടി ടി എന്ന് എഴുതി. ഇനി നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇൻറ്റഗ്രൽ 0 to 1 plus i എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ഡി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ ടി ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്തായിരിക്കും? ടി സ്ക്വയർ ആയിരിക്കും. വൈക്ക് ടി കൊടുത്തു, എന്നിട്ട് നമ്മൾ സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, അടുത്തതിൽ സി ഈക്വൽ ടു വൈ സി എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ എക്സിന് നമ്മൾ ടി കൊടുക്കുമ്പോൾ വൈ എന്ത് കിട്ടി? ടി സ്ക്വയർ കിട്ടി അല്ലേ? വൈക്ക് ടി കൊടുക്കുമ്പോൾ എക്സ് റൂട്ട് ടി അങ്ങനെ വരും. അതിനേക്കാളും നമുക്ക് എളുപ്പം ടി സ്ക്വയർ കൊടുക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഡ് എന്താണെന്ന് കിട്ടി? എക്സ് പ്ലസ് ഐ വൈ, ദാറ്റ് ഈസ് ടി പ്ലസ് ഐ ടി സ്ക്വയർ. സോ ഡി സെഡ് ഈക്വൽ ടു ഡി ടി പ്ലസ് ഐ ടു ടി ഡി ടി എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമ്മൾ എക്സിന് ടി കൊടുത്തു. നമ്മളെ പോയിൻറ്റ് 0 to 1 ആണ് എക്സ് മൂവ് ചെയ്യുന്നത്. സോ ടിയും 0 to 1 എന്നിട്ട് നമ്മൾ ഫോർമുല. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡിൽ സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഡി സെഡിന് പകരം എന്താണ്? ഡി എക്സ് പ്ലസ് ഐ ഡി വൈ ഡി ടിയും കൊടുത്തു. അത്രയേ ഉള്ളൂ അവിടെ. വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് അതിൽ വിഷമിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ചെയ്യുന്ന പോലെ ഇൻറ്റഗ്രേഷൻ ചെയ്യുക, എന്നിട്ട് നമുക്കതൊരു കോംപ്ലക്സ് നമ്പറായിട്ട് കിട്ടും. അടുത്ത വേറൊരു പ്രോബ്ലം, ഇതിൽ ഫംഗ്ഷൻ വ്യത്യാസം വന്നു. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ സെഡ് ബാർ ഹോൾ സ്ക്വയർ എന്നാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ കർവ് എന്ന് പറയുന്നത് ദ റിയൽ ആക്സിസ് ടു 2 ആൻഡ് ദെൻ വേർട്ടിക്കലി ടു 2 plus i എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ കർവ് എന്താണ്? റിയൽ ആക്സിസ് അത് 0 നിന്ന് 2ലേക്കും എന്നിട്ട് അവിടുന്ന് വേർട്ടിക്കലായിട്ട് 2 plus iയിലേക്കാണ് പോകുന്നത്. അത് ഞാനിവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കർവ് എന്ന് പറഞ്ഞാൽ 2 കർവാണ് ഇവിടെ ശരിക്കും. എന്തൊക്കെയാണ്? C1ഉം C2 അല്ലേ? അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേഷൻ ഓവർ സി എന്നുള്ളത് എന്തായി മാറി? ഇൻറ്റഗ്രേഷൻ ഓവർ സി എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ഓവർ C1 പ്ലസ് ഇൻറ്റഗ്രേഷൻ ഓവർ C2 എന്നുള്ളതാക്കി. അങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? C1ഉം C2 എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു അല്ലേ? C1 എന്ന് പറഞ്ഞാൽ രണ്ടും ലൈൻ ജോയിനിങ് 2 points ആണ്. സോ 2 point ഫോർമുല വെച്ചിട്ടോ അല്ലെങ്കിൽ എക്സ് ആക്സിസും നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ ലൈൻ പാരലൽ ടു ആക്സിസ് ആണെങ്കിൽ അതിന് 2 point ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ അവിടെ വൈ എന്തായിരിക്കും? വൈ 0 ആയിരിക്കാം, അല്ല വൈ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ? വൈ ആക്സിസിന് പാരലൽ എന്ന് പറഞ്ഞാൽ എക്സ് 0 അല്ലെങ്കിൽ എക്സ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഒന്ന് നമ്മളത് C1 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് തന്നെയാണ്. അപ്പോൾ അവിടെ വൈ 0 ആണ്. സോ എക്സിന് ടി കൊടുക്കാം. പിന്നെ നമ്മൾ അവിടെ എക്സ് ടി ആയതുകൊണ്ട് എക്സ് അവിടുന്ന് എവിടത്തേക്കാണ് മാറുന്നതെന്ന് നോക്കാം. എക്സ് അവിടെ 0 നിന്ന് 2ലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ ടിയുടെ വാല്യൂ 0 to 2. എന്നിട്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ ചെയ്യണം. അതേപോലെ C2 എന്ന് പറയുന്നത് വേർട്ടിക്കൽ ലൈനാണ്. 20 നിന്ന് 2 plus iയിലേക്കുള്ള ലൈനാണ്. അവിടെ വൈ ഈക്വൽ ടു എന്താണ്? ടി വരും. എക്സ് എന്താണ്? കോൺസ്റ്റൻറ്റ് എക്സ് 2 ആണ് അവിടെ വരിക. 2 point ഫോർമുലയൊന്നും കാണേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ നേരിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്യാനുള്ളത് സെഡ് ബാർ എന്നുള്ള സാധനമാണ്. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആയതുകൊണ്ട് സെഡ് ബാർ എന്താണ്?
എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പോൾ സെഡ് ബാർ ഹോൾ സ്ക്വയർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്തത് നമ്മൾ 2-3 തിയറംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തത് എം എൽ ഇനീക്വാലിറ്റി ആണ്. എം എൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ലെറ്റ് എഫ് ബി എ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആൻഡ് ലെറ്റ് സി ബി എ കോണ്ടൂർ, ദാറ്റ് മീൻസ് എ ക്ലോസ്ഡ് കർവ്. ഓക്കെ, ആൻഡ് ഇഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ ഇസഡ് ബിലോങ്സ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് എന്താണ്, ബൗണ്ടഡ് ആണ് സിയിൽ, അല്ലേ. ആൻഡ് ലെറ്റ് എൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് സി, ദെൻ ഇൻറ്റഗ്രൽ ഓവർ സി മോഡ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ ഇനീക്വാലിറ്റി പറയുന്നത് for every piecewise continuous function f which is bounded on C satisfy this condition. Okay, now we know that integral over C mod f of z dz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എന്താണ് ഇൻറ്റഗ്രൽ ഓവർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, നമ്മുടെ ഇത് പ്രകാരം ഇൻറ്റഗ്രൽ ഓവർ എഫ് ഓഫ് സെഡ് ഓഫ് ടി, അല്ലേ. സെഡ് ബിലോങ്സ് ടു സി ആണല്ലോ, സെഡ് ബിലോങ്സ് ടു സി ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താ, സെഡ് ഓഫ് ടി അല്ലേ. സോ എഫ് ഓഫ് സെഡ് ഓഫ് ടി ഡി സെഡ് ബൈ ഡി ടി ഇൻറ്റു ഡി ടി, ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്, അല്ലേ. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ, മോഡ് എഫ് ഓഫ് ഇസഡ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് മോഡ് വരും. മോഡ് വരുമ്പോൾ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ മോഡ് വരും, അല്ലേ. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി മോഡ് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്കത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് എഴുതാം. പിന്നെ നമുക്ക് വരുന്നത് ഇൻറ്റഗ്രൽ എ ടു ബി മോഡ് ഡി സെഡ് ബൈ ഡി ടി ഡി ടി ആണ്. നമുക്കറിയാം മോഡ് ഡി സെഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ ഡി ടി, സോറി ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് ദി ഫോർമുല ഫോർ വാട്ട്, ആർക്ക് ലെങ്ത്, അല്ലേ. ആർക്ക് ലെങ്ത് ആണ്. പിന്നെ എ ടു ബി ആയതുകൊണ്ട് നമ്മൾ ഹോൾ ലെങ്ത് ആണ് വരിക, ലെങ്ത് ഓഫ് ദി കർവ് ആണ് വരിക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എം എൽ. ഓക്കെ, അപ്പോൾ അതൊരു എളുപ്പമുള്ള സാധനമാണ്. അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ് തിയറം, വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് തിയറം ടു വാല്യുവേറ്റ് ദി കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ വിത്തൗട്ട് എന്താണ് ഇൻറ്റഗ്രൽ. ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 തരത്തിലാണ് ഇൻറ്റഗ്രേഷൻ കാണുന്നത്. ഒന്ന് ആക്ച്വൽ ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട്, 2 വിത്തൗട്ട് ഇൻറ്റഗ്രേഷൻ വി ആർ ഇവാലുവേറ്റിംഗ് ദി ഇൻറ്റഗ്രൽ, അല്ലേ. ഇത് ഒന്നാമത്തെ തിയറാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ദ ഇൻറ്റഗ്രേഷൻ, കോംപ്ലക്സ് ഇൻറ്റഗ്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത്, അല്ലേ. 2 പോയിൻറ്റ്സ് ആണ്. ആ 2 പോയിൻറ്റ്സ് കണക്ട് ചെയ്യുന്ന 2 പാത്ത് ഉണ്ടെങ്കിലും 2 പാത്തിലൂടെയും കിട്ടുന്ന ഇൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വരുന്ന അതിൻ്റെ ഇൻറ്റഗ്രൽ എന്താവാം, ഡിഫറെൻ്റ് ആവാം, അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ് ഇൻ വിച്ച് കണ്ടീഷൻസ് ദ ഇൻറ്റഗ്രൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. നമ്മൾ ഏത് പാത്ത് എടുത്താലും, ഇപ്പോൾ Z1 and Z2 are 2 given points, and if you are taking whatever paths from Z1 to Z2, whether the integration is same or whether the integral is same or not. So when does such things happen? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണെന്ത്, കോഷീസ് ഇൻറ്റഗ്രൽ തിയറം തരുന്നത്. ഓക്കെ, കോഷീസ് ഇൻറ്റഗ്രൽ തിയറം തരുന്നതിന് മുമ്പ് 2-3 പോയിന്റ്സ് പറയാനുള്ളത്. എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്, what do you mean by a simple closed path? A simple closed path is a closed path that doesn't intersect itself or touch itself. അതായത് നമുക്ക് കൈകൊണ്ട് കൈകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്, സെൽഫ് ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത കർവാണ് ശരിക്കും എന്ത് സിമ്പിൾ പാത്ത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ക്ലോസ്ഡ് ആണെങ്കിൽ എന്താണ്, ഇറ്റ്സ് എ ക്ലോസ്ഡ് പാത്ത്. ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻ്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. സെൽഫ് ഇൻ്റർസെക്റ്റ് ചെയ്യാനും പാടില്ല. ഞാനിവിടെ കുറേ വരച്ചിട്ടുണ്ട്, സിമ്പിളും നോൺ സിമ്പിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ കർവ് പറയുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ, എ എന്ന് പറയുന്ന പോയിന്റിൽ. അതേപോലെ നാലാമത്തേതിൽ ഇവിടെയൊക്കെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തല്ല, സിമ്പിൾ പാത്തല്ല. എസ്പെഷ്യലി ഇറ്റ് ഇസ് നോട്ട് ക്ലോസ്ഡ് പാത്ത് ഓൾസോ, സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്. ഓക്കെ, അടുത്തത് എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡൊമെയിൻ സച്ച് ദാറ്റ് എവറി സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് ഇൻ ഡി എൻക്ലോസ്ഡ് ഓൺലി പോയിൻറ്റ്സ് ഓഫ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഡൊമെയിൻ, ആ ഡൊമെയിന് പിന്നെ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണെങ്കിൽ അത് ഡിയുടെ പോയിൻറ്റ്സ് മാത്രമേ കണ്ടെയ്ൻ ചെയ്യാൻ പാടുള്ളൂ. സോ ഇതൊരു സി എന്ന് പറയുന്ന സിമ്പിൾ ക്ലോസ്ഡ് പാത്താണ്. അപ്പോൾ ഇതിലുള്ള പോയിൻറ്റ്സ് ഒക്കെ ഡിയിലുള്ള പോയിൻറ്റ്സ് തന്നെയാണ്, അല്ലേ. അപ്പോൾ ഇത് വ്യക്തമാവുക ഇങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഡി എന്ന് പറയുന്ന ഡൊമെയിൻ, ഈ സാധനം.
ഈ വര ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം അതാണ് എൻ്റെ ഡൊമെയിൻ. അത് സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ അല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഞാനൊരു എന്താ ചെയ്യുക, ഞാനൊരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് എടുക്കുകയാണ്. എവിടെ? ബ്ലൂ ലൈൻ. ഇതെന്താണ്? സിമ്പിൾ ക്ലോസ്ഡ് പാത്താണ് അല്ലേ? അപ്പോൾ സിമ്പിൾ ക്ലോസ്ഡ് പാത്തായതുകൊണ്ട് ഇത് സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ അല്ല. എന്തുകൊണ്ടാണ്? ഈ സി എൻക്ലോസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഞാൻ ഷെയ്ഡ് ചെയ്യുകയാണ് ബ്ലൂ കൊണ്ട്. ഈ സാധനം ഇതിലുള്ള പോയിൻറ്റ്സ് എല്ലാം ഡിയിലുള്ള പോയിൻ്റ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ടല്ലോ, അതിലുള്ള പോയിൻറ്റ്സ് ഒന്നും ഡിയിലില്ലാത്തതാണ്. അപ്പോൾ എന്തായി? ഈ സി കണ്ടെയ്ൻ ചെയ്യുന്നത് ഡി ഇല്ലാത്ത പോയിൻറ്റും സി കണ്ടെയ്ൻ ചെയ്യുന്നു അല്ലേ? സോ ശരിക്കും പറയുക ഇതൊരു ടേമാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ഹോൾ ഇല്ലാത്ത ഡൊമെയിനാണ് ശരിക്കും സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ എ ഡൊമെയിൻ വിച്ച് ഈസ് നോട്ട് സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഈസ് വാട്ട്? മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹോൾ ഉള്ള ഡൊമെയിനാണ് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിൻ. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനിപ്പോൾ വരച്ചത്. നമ്മൾ ആനുലസ് എന്നാണ് വിളിക്കുക, അതായത് സെൻറ്റർ ഇല്ലാത്ത, സെൻറ്റർ റിമൂവ് ചെയ്തിരിക്കുന്ന, ഓക്കെ, സെൻറ്റർ റിമൂവ് ചെയ്തിരിക്കുന്ന പിന്നെ സ്കർവാണ് ആനുലസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ജനറലായിട്ട് നമ്മൾ പി ഫോൾഡ് കണക്റ്റഡ് എന്ന് പറയും. ബിക്കോസ് പി ഫോൾഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡൊമെയിൻ പി ക്ലോസ്ഡ് കണക്റ്റഡ് സെറ്റ്സ് കണ്ടെയ്ൻ ചെയ്യും, കോമൺ പോയിൻറ്റ്സ് ഇല്ലാണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം 2 or 3 അതിലധികമോ ഹോൾസ് ആ മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമെയിന് ഉണ്ടാവും. അതിനനുസരിച്ച് അതിന് കണക്റ്റഡ് സെറ്റ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കണക്റ്റഡ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ അത് എന്താവാം? വെറും ഒരു പോയിൻ്റ് ആവാം, അല്ലെങ്കിൽ കർവ് ആവാം, സെഗ്മെൻറ്റ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇതാണ് അതിനുള്ള ഒരു എക്സാമ്പിൾ. അടുത്തത് കോഷീസ് ഇൻ്റഗ്രൽ തിയറം. എന്താണ് കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്ന് പറയുന്നത്? നിങ്ങളെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പ്രൂഫ് എഴുതിയിട്ടുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളത് എഴുതണമെങ്കിൽ എഴുതിയാൽ മതി. താല്പര്യമുള്ളവർക്ക് എഴുതാം. സോറി, ഒരു സൗണ്ട് വന്നാണ്. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ പ്രൂഫ് എഴുതാം, എല്ലാത്തവർക്കും പ്രൂഫ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ തിയറം പറയുന്നത് if f of z is analytic in a simply connected domain T, then for every simple closed path C in T, integral over that C f of z dz is what? 0. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോടൊരാൾ ചോദിക്കുകയാണ് എന്ത്? ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നു. വാട്ട് എവർ സി ഈസ് വാട്ട് എവർ എഫ് ഇസ്. നമ്മൾ ഒന്ന് മാത്രമേ ചെക്ക് ചെയ്യണ്ടൂ, ഈ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന സാധനം നമ്മളെ സിയിൽ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അനാലിറ്റിക് ആണെങ്കിൽ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ ഇല്ലോ എന്ന് ചെക്ക് ചെയ്യാം അല്ലേ? പിന്നെ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും അനാലിറ്റിക് ആണ്, ഈ പവർ ഇസഡ് സൈനൊക്കെ അനാലിറ്റിക് ആണ്. ഡിനോമിനേറ്ററിൽ വരുമെങ്കിൽ അത് എന്തല്ല? അനാലിറ്റിക് അല്ല, റാഷണൽ ഫംഗ്ഷനൊക്കെ വരുന്ന ടൈപ്പ്. ഓക്കെ, അപ്പോൾ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അനാലിറ്റിക് ആണെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് എന്ത് എഴുതാം? ആൻസർ 0. അപ്പോൾ അത് മാത്രമേ ചെക്ക് ചെയ്യണ്ടൂ. അപ്പോൾ കോഷീസ് തിയറം പറയുന്നത് നിങ്ങളെ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, എൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ ക്ലോസ്ഡ് പാത്ത് ഈസ് ഓൾവേസ് 0. ഇതിൻ്റെ പ്രൂഫ് ഗ്രീൻസ് തിയറം വെച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫ് വായിക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ, വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അടുത്തത് f of z is analytic in a simply connected domain D, then the integral of f of z is independent of path in D. എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, എഫ് നമ്മൾ 2 പോയിൻ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ 2 പാത്ത് എടുത്താൽ ഇൻ്റഗ്രൽ എന്തായിരിക്കണം എന്നില്ല? സെയിം ആവണമെന്നില്ല. അപ്പോൾ എപ്പോഴാണ് സെയിം ആവുക? അതാണ് ഈ തിയറത്തിൻ്റെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എന്താ? എഫ് അനാലിറ്റിക് ആണെങ്കിൽ, സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ്റെ അനാലിറ്റിക് ആണെങ്കിൽ ഡസൻറ്റ് മാറ്റർ വാട്ട് എവർ പാത്ത് യു ക്യാൻ ടേക്ക്, ഇറ്റ് ഇസ് ഓൾവേസ് സി. ഇൻ്റഗ്രൽ ഇസ് ഓൾവേസ് സി. അതിൻ്റെ പ്രൂഫ് നോക്കിക്കോളൂ. ലെറ്റ് z1 and z2 be 2 points in D and consider the path c1 and c2 in D from z1 to z2 without further common points. ഓക്കെ, സോ നമ്മൾ അതിൽ 2 പോയിൻറ്റ്സ് എടുത്തിരിക്കുന്നു, z1 and z2. അത് രണ്ടും കണക്ട് ചെയ്യുന്ന 2 പാത്ത്, ഒരേ ഓറിയൻറ്റേഷനിലുള്ള 2 പാത്ത് c1 c2 രണ്ടും z1 z2യിലേക്കാണ് വരുന്നത്. ഡിനോട്ട് ബൈ c2 സ്റ്റാർ ദ പാത്ത് c2 വിത്ത് റിവേഴ്സ് ഓറിയൻറ്റേഷൻ. c2ൻ്റെ ഓറിയൻറ്റേഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ടിട്ടുള്ള പാത്ത്, അത് c2 സ്റ്റാർ ആയിട്ട് എടുക്കാം. ദെൻ ദ പാത്ത് ഫ്രം z1 to z2 ഓവർ c ആൻഡ് ബാക്ക് ടു z1 ഓവർ c സ്റ്റാർ ഈസ് എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? c1ലൂടെ c സ്റ്റാറിലേക്ക് പോകുമ്പോൾ അതൊരു സിമ്പിൾ ക്ലോസ്ഡ് പാത്തായിരിക്കും. സോ ബൈ ദിസ് കോഷീസ് ഇൻ്റഗ്രൽ തിയറം, കോഷീസ് ഇൻ്റഗ്രൽ തിയറം വേറെ ഉണ്ട് കേട്ടോ.
കോഷീസ് തിയറമാണ് ഞാൻ പറയുന്നത്. ബൈ കോഷീസ് തിയറം ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് ഇസഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C സ്റ്റാർ എഫ് ഓഫ് ഇസഡ് ഡി സെഡ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് എഫ് ഈസ് അനാലിറ്റിക് ഓവർ എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് ആൻഡ് ദ പാത്ത് വി ഹാവ് ടേക്കൺ ഫ്രം C1 to C star is a simple closed path. Okay, so that means integral over C1 f of z dz equal to minus integral over C star f of z dz, and we know that C star is just orientation reverse of C2, so it is equal to integral over C2 f of z. So that means it is independent of the path. Okay, അടുത്തത് നമ്മളൊരു ചെറിയ ഒരു കോൺസെപ്റ്റാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡീഫോർമേഷൻ ഓഫ് പാത്ത്. ഡീഫോർമേഷൻ ഓഫ് പാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ 2 പോയിൻ്റ് Z1 Z2 അടുത്ത് കണക്ട് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് പാത്ത് ഉണ്ട്, അത് നമ്മൾ C1. ഓക്കെ, വേറൊരു പാത്ത് ഉണ്ട് C2. നമ്മൾ C1 നിന്ന് C2യിലേക്ക് നമ്മൾ മാറുകയാണ് നമ്മുടെ പാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇങ്ങനെ എടുക്കും, പിന്നെ ഇങ്ങനെ, അത് ഒരേ പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ഒരേ പോയിന്റ് തന്നെ അവസാനിപ്പിക്കും. അങ്ങനെ നമ്മൾ എടുത്തെടുത്തെടുത്ത് നമ്മളതിനെ C2 ആയിട്ട് രൂപാന്തരം ചെയ്യുക, ഡീഫോം ചെയ്യുക എന്നാണ് പറയാം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡീഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കണ്ടിന്യൂസ് ഡീഫോർമേഷൻ ഓഫ് പാത്ത്സ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഡീഫോം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന തിയറം പ്രകാരം ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് അല്ലേ? സോ ദ ഇൻ്റഗ്രൽ ഈസ് ഓൾവേസ് സി. അങ്ങനെ ഇങ്ങനെ ഡീഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഡീഫോർമേഷൻ ഓഫ് പാത്ത്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ 2 തിയറവും നന്നായിട്ട് പഠിക്കുക, തന്നിരിക്കുന്ന പ്രോബ്ലം ഒന്നും കൂടി ചെയ്യാം. ഓക്കെ.